അങ്ങനെ ഞങ്ങൾ പണി നിർത്തുന്ന ദിവസം ഈ സന്തോഷ് പണ്ഡിറ്റും വീട്ടിലിരിക്കും. വായും പൊളിച്ചിരുന്നാ മതി. എനിക്ക് ഗർജിക്കാൻ സമയമായി. ഞാൻ പറയുന്നു സന്തോഷ് പണ്ഡിറ്റ് ബാക്കിയുള്ളവരുടെ ഞങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഇല്ലാന്ന് പറഞ്ഞ അങ്ങനെ സൈഡാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവിടുത്തെ എല്ലാവർക്കും എക്സിസ്റ്റൻസ് ആണ് മാറ്റർ. മണ്ടന്മാരായ മനുഷ്യന്മാർക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല. സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ വ്യക്തി സ്വന്തം ചാനലിൽ ഇരുന്ന് വീഡിയോ ഇടുന്നു. അങ്ങേക്കുള്ള കോർ ഓഡിയൻസ് ഒരു 1 ലക്ഷം മാത്രമാണ്. 10 ലക്ഷം. ഓക്കെ 10 ലക്ഷം. ഈ 10 ലക്ഷത്തിന് മൂന്നാംകിട ചാനലിനേക്കാൾ സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. സ്വന്തമായി ചാരിറ്റി ചെയ്ത് സ്വന്തമായി കോമാളിത്തരം മൂന്നാംകിട ചാനലായിട്ട് മലയാളികളുടെ മുന്നിൽ വളർന്നു വന്ന ഒരു വ്യക്തി. ഇവരെ പോലത്തെ മൂന്നാംകിട ചാനലിന് മറ്റുള്ളവർ വേണം. ഇവരെ പോലത്തെ ചാനലിന് പണം ഉണ്ടാക്കണമെങ്കിൽ X4Y വേണം. അവന്റെ മോശവും അല്ലെങ്കിൽ അവന്റെ കോമാളിത്തരും അവളുടെ അഡൽട്ടും കാണിച്ച് അടിച്ചു മാറ്റിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. അല്ലെ അവന്റെ മോശത്തെ ഇതിട്ടായി ചെയ്യുന്നത്. സന്തോഷ് പണ്ഡിറ്റിന്റെ പൈസ ഉണ്ടാക്കാൻ ഇതേപോലത്തെ മറ്റവൻ വേണ്ട. ഓ എന്റെ ഭാസി എന്നെ കണ്ടാ പറയൂലെങ്കിലും ഈ ഒരു സംഭവം തന്നെയാ. എന്നെ ഈ യൂട്യൂബ് ചാനലുകാർ വിളിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും സന്തോഷ് പണ്ഡിറ്റ് നിലനിൽക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവൻ ഇല്ലെങ്കിൽ ഇവർ വട്ടപൂജ്യമാണ്. ഇവർ മൂന്നാംകിട ചാനൽ മാത്രമാണ്. ഈ ഒരു 24x7 വലിയൊരു സാറ്റലൈറ്റ് ചാനൽ വന്നു. ഇരിപ്പിലങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അതിനകത്ത് വന്നിരുന്നിട്ട് ഇങ്ങേര് വന്നിരുന്ന് ഇതിനകത്ത് വന്നിരുന്നിട്ട് വേറൊരാളെ ചാനൽ മൂന്നാംകിട ചാനൽ എന്ന് പറയുമ്പോ ഈ മനുഷ്യൻ എത്രത്തോളം നാട്ടുകാർ അളക്കില്ലേ? വെറുതെ വയലന്റ് ആയിട്ട് കാര്യമില്ല. സൈലന്റ് ആയിട്ടും കാര്യമില്ല. അദ്ദേഹത്തിന്റെ മൂന്നാംകിട ചാനൽ എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ ഉത്തരം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. എന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. ആ വാക്ക് ഉപയോഗിച്ചാൽ എനിക്ക് വിഷമമുണ്ട്. ഞാൻ സോറി കേൾക്കൂ. ഞാൻ സോറി പറയാനല്ല. സോറി എന്ന് ഞാൻ പറയില്ലട നാറി. ആ പറയാനുണ്ടായ സാഹചര്യം അദ്ദേഹം പറഞ്ഞു. സന്തോഷ് പണ്ഡിറ്റിനെ കുറിച്ച് വളരെ മോശമായിട്ട് അദ്ദേഹം പറഞ്ഞു. ഇദ്ദേഹത്തിൽ പറഞ്ഞു. എന്താ ബോസ് അങ്ങനെ തോന്നാൻ? കോട്ടും സൂട്ടും സ്കൂൾ ബാഗും ഇട്ട് വന്ന ആ സാധനം എന്നെ രാവിലെ തന്നെ വലവേശി പിടിക്കാൻ ശ്രമിക്കുന്നു. പിടിച്ച് പുറത്താക്കത്തവളെ. അയാൾ പറഞ്ഞു സന്തോഷ് പണ്ഡിറ്റിന്റെ കോമാളിത്തരം. അത് കഴിഞ്ഞിട്ടാ അങ്ങനെ വ്യക്തി ഹത്യ ചെയ്ത സായിയെ അതേ നാണയത്തിൽ തന്നെ സാർ കൊടുത്ത കൊല്ലത്ത് കിട്ടുന്നതാണ്. ന്യായമാണോ ഇത്? നായന്റെ മുഖത്ത് നോക്കി പറയാനുള്ള സ്വഭാവം സന്തോഷം പഠിച്ചോണ്ട ആള് സായിയോട് സായി എന്റെ കോമാളിത്തരം പറഞ്ഞപ്പോ എടാ നിന്റെ മൂന്നാംകിട ചാനലല്ലേ ചോദിച്ചേ സഹിച്ചോ? എടോ നിങ്ങൾ ശുദ്ധ ദുരഭിമാനികളാണ്. ഞാൻ എന്ത് ചെയ്തേ? അല്ലല്ല സന്തോഷ് പണ്ഡിറ്റിനോട് തിരിച്ചു നടത്താനാ. അല്ലല്ല സന്തോഷ് പണ്ഡിറ്റിനോട് തിരിച്ചു നടത്താനാ. അല്ലല്ല നിന്റെ വയറ് നിറഞ്ഞോന്ന് എനിക്കറിയില്ല. എന്റെ വായിലെ വെള്ളം പറ്റിയതുകൊണ്ട് ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് നിർത്ത.